അപ്പോൾ ഇന്നത്തെ യൂബറോട്ടം നമ്മുടെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒതുക്കിയിട്ടേക്കാണ്. ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറ്റേ ചാക്കിയത്തോളുടെ അവിടെ കിടക്കായിരുന്നു. അപ്പോൾ കൂട്ടുകാരനടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നേരെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു, ചിംതേരി മുക്കിൽ. അപ്പോൾ അവൻ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ തന്നെ. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു കടയുണ്ട്. ആ കടയിലാണെങ്കിൽ 99 രൂപക്ക് ചോറും കറിയും മീനും. അത് നല്ല മീനാണെന്ന് പറയുന്നുണ്ട്. ചോറും കറിയും കേരയും ചാളയൊക്കെ ഉണ്ടായി, പിന്നെ കോവക്ക, അച്ചാറ്. നല്ല ഭക്ഷണമായിരുന്നു. ട്രിപ്പാണെങ്കിൽ ഇന്ന് കുറവായിരുന്നു. ഏകദേശം ചൊവ്വാഴ്ച ദിവസം ട്രിപ്പ് കുറവാണത്. അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ചൊവ്വാഴ്ച ദിവസവും ട്രിപ്പ് കുറവാണ്. പിന്നെ ഈ വെയിലായതുകൊണ്ട് എല്ലാവരും തണൽ നോക്കി ഓടി കിടക്കണം. ഇപ്പോൾ തണലത്ത് പാട്ടിപ്പറമ്പിൽ നോക്കിയിട്ടൊക്കെയാണ്. ഇവിടെ ഞാൻ കിടക്കുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നിരത്തി പിടിച്ച് ടാക്സി കിടക്കണം. പിന്നെ ടാക്സികളുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ വാട്സപ്പിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഗണേഷ് കുമാറിൻ്റെ. ടാക്സി വണ്ടി തടയുന്നവർക്ക് തക്ക നടപടി ഉണ്ടാവുമെന്ന്. യാത്രക്കാർ ഉള്ളിൽ വെച്ച് ടാക്സി വണ്ടി തടയാൻ പാടില്ലെന്ന് പറയണേ. തടഞ്ഞതിന് ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ഇപ്പോൾ വാട്സാപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വീഡിയോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ടാക്സിക്കാരും ക്യാമറ ഓൺ ആക്കിയിട്ടേക്കാണ്. ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ പിടിച്ചിട്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ. അപ്പോൾ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈസൻസ് ഇപ്പോൾ ലൈസൻസിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. യൂബർ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ലൈസൻസ് എടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ലൈസൻസിലാണ് ഓടിക്കേണ്ടതെന്ന് വെച്ചത്. പക്ഷേ കേരളത്തിൽ ലൈസൻസിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറെ